നമസ്കാരം. വാർത്തകൾ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. വയനാട് പുൽപ്പള്ളി അക്രമ സംഭവങ്ങളിൽ 2 പേർ അറസ്റ്റിൽ. നടപടി വനം വകുപ്പിന്റെ വാഹനം ആക്രമിച്ച കേസിൽ. വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി. സർക്കാരിന് കാര്യക്ഷമതയില്ല. കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിച്ച് രാഹുൽ. വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാന കർണാടക വനത്തിലേക്ക് കടന്നു. എക്സാലോജി കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം. അന്വേഷണം പൂർത്തിയാകും വരെ മുഖ്യമന്ത്രി മാറി നിൽക്കണമെന്ന് വി ഡി സതീശൻ. സിപിഎമ്മിൽ പിണറായി യുഗത്തിന് അന്ത്യമാകുന്നുവെന്ന് കെ സുധാകരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ചിത്രം തെളിയുന്നു. എം കെ പ്രേമചന്ദ്രൻ തന്നെ UDF സ്ഥാനാർത്ഥി. ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി RSP. മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ LDF നീക്കം. കേരള സർവകലാശാല സെനറ്റ് യോഗത്തെ ചൊല്ലി ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോര് തുടരുന്നു. മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ച് ഗവർണർ. സെനറ്റ് യോഗം നിയമപരമെന്ന് മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട്. മുന്നറിയിപ്പ് കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ. രാജ്കോട്ട് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ ജയം. ഇംഗ്ലണ്ടിനെ തകർത്തത് 434 റൺസിന്. 5 വിക്കറ്റ് വീഴ്ത്തിയ രവീന്ദ്ര ജഡേജ കളിയിലെ താരം. വിശദാംശങ്ങളിലേക്ക് പോകാം. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാക്കം സ്വദേശി പോളിന്റെ മൃതദേഹവുമായി നടത്തിയ പ്രതിഷേധത്തിലെ അക്രമ സംഭവങ്ങളിൽ 2 പേർ അറസ്റ്റിൽ. വനം വകുപ്പ് വാഹനം ആക്രമിച്ച കേസിലാണ് 2 പേരെ അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി CV ഷിബു ചേരുന്നു. ഷിബു, 2 പേർ അറസ്റ്റിലായിരിക്കുന്നു. നമുക്കറിയാം, ഒരു കൂട്ടം ജനങ്ങളാണ് അവിടെ തടിച്ചുകൂടിയത്.